ഇറാൻ സൈന്യത്തെ ഫലസ്തീനിലേക്ക് വിന്യസിപ്പിക്കാൻ തന്നെ ഖമനയി തയ്യാറാവുകയാണ്. അതായത് ഇസ്രയേൽ ഇനി ഒരു രാജ്യത്തോടും നീതികേട് കാണിക്കരുത്. ഫലസ്തീനിലുള്ള മനുഷ്യക്കുരുതി എന്നത് ലോകരാജ്യങ്ങളുടെ മനസ്സലിയിപ്പിച്ച വിഷയമാണ്. അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ അവർക്ക് കൃത്യമായി അറിയാം ഫലസ്തീനിലെ കൂട്ടക്കുരുതി എന്നത് ഇസ്രയേലിൻ്റെ അഹംഭാവമാണ് എന്നുള്ളത്. എന്നാലും അവർ ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ടേയിരിക്കും. കാരണം ഫലസ്തീനിൽ വെന്തുരുകുന്നത് മുസ്ലിം ജനവംശമാണല്ലോ. ട്രംപ് മുസ്ലിങ്ങളുടെ അന്തകനായി മാറുകയാണ് എന്നുള്ളത് വ്യക്തമല്ലേ എന്നുള്ളതാണ് ഖമനയുടെ വാക്കുകൾ. ഖമനയി ഒരു കാര്യം ഉറപ്പിച്ചു: ലോക സമാധാനം കെടുത്തുന്ന ഇസ്രയേലിനെ തച്ചുടയ്ക്കുക തങ്ങളുടെ കൂടി ഇപ്പോൾ പ്രതിജ്ഞയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, തങ്ങളുടെ തപസ്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹമാസിനെ തകർക്കാനും ഹിസ്ബുള്ളയെ തകർക്കാനും ശ്രമിക്കുന്നവർക്ക് ഇറാനെ കൂടി തകർത്ത് കാണിക്കാൻ വെല്ലുവിളിയുമായി തന്നെ ഖമനയി വരികയാണ്. ട്രംപിൻ്റെ രീതി എന്താണെന്ന് തനിക്ക് നന്നായി അറിയാം. ആദ്യം വിരട്ടാൻ നോക്കും, പിന്നെ കാല് പിടിക്കും. അതാണ് ട്രംപിൻ്റെ രീതി. കൃത്യമായി ട്രംപിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ താൻ വീക്ഷിച്ചു വരികയാണ്. ഒരു രാജ്യവുമായും അമിതമായ സ്നേഹമല്ല ട്രംപിനുള്ളത്. എങ്ങനെയും കച്ചവട ലാഭത്തിന് വേണ്ടി ശ്രമിക്കുക. ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാലും അവിടെ സമാധാനമുണ്ടാക്കാനല്ല ആദ്യം US ശ്രമിക്കുന്നതെന്നും മറിച്ച് അവരുടെ ആയുധങ്ങൾ വിറ്റ് വരവ് വർദ്ധിപ്പിക്കുക എന്നുള്ള ആദ്യ ബിസിനസ് തന്ത്രമാണ് ബിസിനസ്സുകാരൻ കൂടിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നടത്തി വരുന്നതെന്നും ഡെമോക്രാറ്റുകൾ ഭരിക്കുമ്പോൾ എത്രയോ ഭേദമായിരുന്നു എന്നും വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം ബാരക് ഒബാമയെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും മോശമായി ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ. അതായത് അദ്ദേഹത്തിന് വീണ്ടും പ്രസിഡന്റ് ആകാൻ രണ്ടാം ഊഴത്തിന് നിന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയത് എങ്ങനെയും യുദ്ധം മറ്റ് രാജ്യങ്ങളുമായി ഉണ്ടാക്കി അതിലൂടെ താൻ സർവസമ്മതനാണ്, സൽപ്പേര് വർദ്ധിപ്പിക്കൽ ഒക്കെ ആയിരുന്നു ബാരക് ഒബാമ ചെയ്തതെങ്കിൽ താൻ അങ്ങനെ ആയിരിക്കില്ല. താൻ പ്രസിഡന്റ് ആയാൽ ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും, അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞവസാനിപ്പിക്കും. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് വേണ്ടി വലിയ തോതിൽ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണ് കടൽക്കിഴവനായ ഡൊണാൾഡ് ട്രംപ്. ആർത്തി ഇതുവരെ തീർന്നിട്ടില്ല. മറ്റു രാജ്യങ്ങളെ ബലി കൊടുക്കാൻ വേണ്ടിയുള്ള ഈ ട്രംപിൻ്റെ നടപടികളെ അങ്ങേയറ്റം അപലപനീയമായി അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയണമെന്നാണ് ഖമനയി വ്യക്തമാക്കുന്നത്. സൈന്യത്തെ US മാത്രമല്ല ഞങ്ങൾക്കും വിന്യസിക്കാൻ അറിയാമെന്ന് ട്രംപ് മനസ്സിലാക്കട്ടെ എന്നതാണ് ആയത്തുള്ള അൽ ഖമനയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എങ്ങനെയാണോ ഇസ്രയേൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അതിനൊക്കെ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള പ്രത്യാക്രമണം. ഇസ്രയേലിൻ്റെ ചാരസംഘടന തകർന്ന് അടിയുന്നത് വരെ ഞങ്ങൾ നിലയ്ക്കാത്ത പോരാട്ടം നടത്തും. മൊസാദാണ് ഞങ്ങളുടെ ലക്ഷ്യം. മൊസാദിലെ സയൻറ്റിസ്റ്റുകൾ എണ്ണിയിരുന്നോളൂ, ദിവസങ്ങൾ എണ്ണിയിരുന്നോളൂ എന്ന പ്രഖ്യാപനമാണ് ഇറാൻ നടത്തുന്നത്. ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിച്ച ഇസ്രയേലിന് മറുപടി കൊടുത്തിരിക്കും. ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ചേർന്നുള്ള ഒരു ലീഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.